ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മത്സരാർത്ഥിയായി വന്ന് കുടുംബ പ്രേക്ഷകരുടെ വരെ പ്രിയങ്കരനായ വ്യക്തിയാണ് സിജോ ജോൺ. ആലപ്പുഴ സ്വദേശിയായ സിജോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യക്തിമുദ്ര പതിച്ച മലയാളി വ്ളോഗർമാരുടെ കൂട്ടായ്മയുടെ ഭാഗമായാണ് ബിഗ് ബോസിലെത്തിയത്. തുടക്കത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്ന സിജോയ്ക്ക് ഹൗസിൽ വെച്ച് രണ്ടാം ആഴ്ച ചില ദുരനുഭവങ്ങൾ ഉണ്ടായതോടെ ഗെയിമിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരികയായിരുന്നു. ശാരീരികമായി വരെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും അവസാനം വരെ പിടിച്ചു നിന്ന സിജോയ്ക്ക് ഇന്ന് കേരളത്തിൽ നിരവധി ആരാധകരുണ്ട്. ബിഗ് ബോസിന് ശേഷം യൂട്യൂബ് ചാനൽ, യാത്രകൾ, ഇന്റർവ്യൂകൾ എന്നിവയുമായി തിരക്കിലാണ് സിജോ. അതേസമയം ലീനു എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് താരം. എന്നാൽ ഇതുവരെ ലീനുവുമായുള്ള പ്രണയകഥ സിജോ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോഴിതാ പ്രണയിനിയെ ഒപ്പം ഇരുത്തി പുതിയ വീഡിയോയിലൂടെ ലിനുവിനെ പരിചയപ്പെട്ടപ്പോൾ മുതലുള്ള കാര്യങ്ങൾ സിജോ വിശദീകരിച്ചു. അതേസമയം സിജോയുടെയും ലിനുവിന്റെയും എൻഗേജ്മെന്റിന്റെയും വിവാഹത്തിന്റെയും കാര്യങ്ങളുടെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. ആഗസ്റ്റ് 5-ന് വീണ്ടും ഒരു ഓപ്പറേഷന് കൂടി സിജോയ്ക്ക് വിധേയനാകേണ്ടതുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ തീയതി തീരുമാനിക്കാൻ സാധിക്കൂവെന്നാണ് സിജോ പുതിയ വീഡിയോയിൽ പറഞ്ഞത്. ഞാനും ലീനുവും ഒരുമിച്ചുള്ള വീഡിയോകൾ ചെയ്യാത്തത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല. ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഒരു പ്രൈവസി ഉണ്ടാകുമല്ലോ. കൂടുതലായും കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവും സംസാരിക്കുക. അത് പുറത്തേക്ക് വിടേണ്ടെന്ന് കരുതിയിട്ടാണ്. കൺഫേം ചെയ്തിട്ട് പറയാമല്ലോ എന്ന് കരുതിയിട്ടാണെന്നും സിജോ പറയുന്നു. ഞാൻ ലിനുവിനേക്കാൾ സുന്ദരനും സുമുഖനുമായതുകൊണ്ട് അവൾക്ക് നല്ല പേടിയുണ്ട്. അതുപോലെ ഒരുപാട് പെൺകുട്ടികളുടെ ആലോചന എനിക്കും വരും. അതുകൊണ്ടാണ് ലിനുവിനൊപ്പം വീഡിയോ ചെയ്യാത്തതെന്നും തമാശയായി സിജോ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ചെവിക്ക് കൊള്ളുന്ന കൗണ്ടറുകൾ റിനുവും പറയുന്നുണ്ട്. പലരും ഞങ്ങളെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. 5 വർഷം മുമ്പാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അന്ന് ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ചങ്ങനാശ്ശേരിയിലാണ് ലിനുവിന്റെ വീട്. അവിടെ ഒരു കൺവെൻഷൻ സെന്ററിൽ എന്റെ കമ്പനിയുടെ വക ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ഞാനായിരുന്നു അത് ചെയ്തത്. അന്ന് ലിനുവിന്റെ പപ്പയും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാനാണ് അദ്ദേഹത്തിന്റെ ക്ലാസിന്റെ വിശദവിവരങ്ങൾ പറഞ്ഞു കൊടുത്തത്. എന്നാൽ അന്ന് അദ്ദേഹത്തിന് അത് മനസ്സിലാകാത്തത് കൊണ്ട് അദ്ദേഹം മകളായ ലിനുവിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ലിനുവിനെ ആദ്യമായി ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും. അന്ന് ലിനുവിന് 21 വയസ്സായിരുന്നു പ്രായം. ഡിഗ്രിക്ക് സപ്ലി വാങ്ങി നിൽക്കുകയായിരുന്നു ലിനു. പിന്നെ പാരമ്പര്യമായി ബിസിനസ് ചെയ്യുന്ന കുടുംബമായത് കൊണ്ട് പഠിപ്പില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ അവിടെ വെച്ച് അന്ന് ലിനുവിന്റെ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ എല്ലാം കേട്ടിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് ലിനു പറഞ്ഞത്. നെഗറ്റീവ്സ് അടക്കം മനസ്സിലാക്കിയാണ് നോ പറഞ്ഞത്. അന്ന് എനിക്ക് മനസ്സിലായി ലിനുവിന് പഠിക്കാൻ ബുദ്ധിയില്ലെങ്കിലും അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന്. നല്ലതും ചീത്തയും പെട്ടെന്ന് തിരിച്ചറിയുന്നു. അന്ന് അവിടെ നിന്ന് ലിനുവിന്റെ കയ്യിൽ നിന്ന് ഒരു ഫോമിൽ ഡീറ്റെയിൽസ് എഴുതി വാങ്ങി. ശേഷം പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു. ഡിപ്ലോമാറ്റിക്കലായിട്ടാണ് ഞാൻ പിന്നീട് മെസ്സേജ് അയച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സേജിന് റിപ്ലൈ ഒക്കെ താമസിച്ചാണ് അയച്ചിരുന്നത്. അന്ന് ഞാൻ വീട്ടിൽ ഒരു പണിയും ഇല്ലാതെ ചൊറിയും കുത്തിയിരിക്കുകയായിരുന്നു. നിരന്തരമായി മെസ്സേജ് അയച്ചു തുടങ്ങി. പിന്നെ ലിനു പറയുന്നതെല്ലാം ഞാൻ ഓർത്തു വയ്ക്കുമായിരുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ ഇഷ്ടമാണെന്ന് ഇതുവരെ പരസ്പരം പറഞ്ഞിട്ടില്ല. ഞാൻ ലിനുവിനെ അച്ചു എന്നാണ് വിളിക്കുന്നതെന്നാണ് വളരെ രസകരമായ പ്രണയകഥ വെളിപ്പെടുത്തി സിജോ പറഞ്ഞത്.